ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ ഞാൻ യുദ്ധഭീതിയിലായിരുന്നു. ഈ സെൻട്രൽ സ്വീഡനിലെ ഈ കൊച്ചു ഗ്രാമത്തിൽ എന്ത് യുദ്ധഭീതി എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. ഇന്നലെ രാത്രി എൻ്റെ എലിമെൻ്റ് വർക്ക് ചെയ്യാതായി. ഞാൻ കിടക്കയിൽ ക്വിൽറ്റൊക്കെ ഇട്ടിട്ടാണേലും തണുത്ത് വിറച്ചു. ഈ യുദ്ധത്തിൻ്റെ സമയമായതുകൊണ്ടായിരിക്കും ഈ തണുപ്പ് ഭയങ്കരമായിട്ട് രാത്രി വന്നാൽ അന്നേരം നമ്മുടെ ആദ്യത്തെ പേടി എന്നാണെന്നറിയോ? യുദ്ധത്തിൻ്റെ വല്ലതും കാര്യമാണോ? ഇനി ഇവർ നമുക്ക് ഇലക്ട്രിസിറ്റി വർക്ക് ചെയ്യാത്തതാണോ, ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യാത്തതാണോ? ഇതൊക്കെ ഇൻ്റർനെറ്റ് വഴിയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള എന്നിട്ട് ഞാൻ നന്നായിട്ട് തണുത്ത് വരച്ച് എൻ്റെ മുറിയിൽ കിടന്നുറങ്ങിയപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ആദ്യം പോയി നോക്കുന്നത് നമ്മുടെ ഈ അപ്ലിങ്ക് വർക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അന്നേരം അപ്ലിങ്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സെൻട്രൽ ഹീറ്റിംഗ് റൂം. അതിൽ നിന്നാണ് ഈ എർത്ത് വോം എന്നോ അല്ലെങ്കിൽ മൗണ്ടൻ വോം എന്നൊക്കെ ഇവർ ഇതിന് പറയുന്നത്. അത് ഒരു വലിയ മെഷീനാണ്. അത് കണ്ടോ, താഴെ ഇരിക്കുന്ന അതിൻ്റെ ചെരുപ്പ്, അതിൻ്റെ വലിപ്പം കണ്ടോ? ഒരു 22 ഡിഗ്രിയിൽ ഇട്ടുകൊണ്ട് നടക്കാമെന്ന. പക്ഷേ ഇത് വെച്ചിട്ട് നടന്നാൽ ആമ നടക്കുന്ന പോലെ നമ്മൾ നടക്കുകയുള്ളൂ. ചൂട് കിട്ടാനായിട്ട് പെരയ്ക്കകത്ത് ചൂടാക്കുന്ന ഇത് എന്താ പറയുന്നത്, ഓപ്പൺ ഫയർ. അതെല്ലാ വീട്ടിലും തന്നെയുണ്ട് ഒരെണ്ണമെങ്കിലും. അത് നമ്മുടെ വീട്ടിലുണ്ട്. പക്ഷെ അതിന് വിറക് കൊണ്ടുവന്ന് നമ്മൾ കത്തിച്ചാക്കൊക്കെ പുകയാവും. പിന്നെ അതിൻ്റെ താഴെ ഇരിക്കുന്നുണ്ടോ, അതാണ് ഒരു എലിമെൻ്റ്. പുറത്തോട്ട് മാറിയാൽ ഇതാണ് വെള്ളം കൊണ്ടുവരുന്ന മറ്റൊരു എലിമെൻ്റ്. ഇപ്പുറത്തേക്ക് മാറിയതാ ഇതിൻ്റെ പുറകിലൊരു എലിമെൻ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ കേരളത്തിൽ നിന്നുള്ളതായതുകൊണ്ടായിരിക്കും എനിക്ക് നന്നായിട്ട് തണുക്കും. പിന്നെ ഒരു വാട്ടർ എലിമെൻ്റ് അവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ അപ്പുറം ഒരു ഹീറ്ററും ഉണ്ട്. ഇതൊന്നും കൂടാതെയാണ് എൻ്റെ ഈ തിക്കുള്ള കണ്ടോ, ഇതിൻ്റെ വലിപ്പം കണ്ടോ? ഇതും അതിൻ്റെ ഈ സ്വീഡൻകാർക്ക് യുദ്ധഭീതി വരുന്നത് എപ്പോഴാണെന്നറിയാമോ? അത് വീട്ടിലെ തണുപ്പ് മാറ്റുന്ന ബെരിവാർമേരാന്ന് ഇവർ പറയുന്നത്. പറഞ്ഞാൽ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ച് ഒരു 200 മീറ്ററോളം കുഴിച്ച് അവിടെ നിന്നുള്ള ചൂടെടുത്താണ് ഇവിടെയുള്ളവർ വീട്ടിലെ ചൂടാക്കുന്നത്. ഈ ചൂടാക്കുന്ന യന്ത്രത്തിൽ നിന്ന് വെള്ളം ഒഴുകി എല്ലാ മുറികളിലും വന്ന് ആ മുറികളിലെല്ലാം ഒരു 1-2 ഇങ്ങനെ എലിമെൻറ്റ്സ് എന്നാണ് അവർ പറയുന്നത്. അത് വെച്ചാൽ അതൊരു ഹൈ ഹീറ്റ് വെച്ചാൽ ഇവിടുത്തെ തണുപ്പ് താങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നടക്കാതെ വന്നാലാണ് ഏറ്റവും കൂടുതൽ പേടി വരുന്നത്. നമുക്ക് തണുപ്പത്ത് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. പണ്ട് കാലത്തൊക്കെ പറ്റുമായിരുന്നു. അന്നേരം നമുക്ക് വിറക് കത്തിക്കാനുള്ള അടുപ്പുണ്ട്. ഈ പുതിയതായിട്ടുള്ള പഴയ വീടുകളിൽ പോലും ഈ വിറകടുപ്പൊക്കെ അങ്ങ് മാറ്റി. അപ്പോൾ അവിടെ പുതിയ സാധനങ്ങളാണ് വെച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ അമേരിക്കയിൽ നിന്നുള്ള അപ്ലിങ്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്ന് ലിങ്ക് ചെയ്ത ഒരു എർത്ത് വാമറാണ് നമ്മുടെ ഈ സെൻട്രൽ സ്വീഡനിലുള്ള ഈ വില്ലയിൽ പോലും. ഒരു കൊച്ചു വില്ലയാണ്, എന്നാലും ഇതിന് ചുറ്റുപാടുമുള്ള വീട്ടുകാരൊക്കെ അങ്ങനെയാണ് അവരുടെ വീട് ചൂടാക്കുന്നത്. അത് നടക്കാതിരിക്കുമ്പം നമ്മളാകെ പേടിച്ചു പോകും. ഇവിടെ കാണാമോ ഉരുണ്ടിരിക്കുന്ന ഒരു ഗോളം പോലൊരു സാധനം? അത് അതിൻ്റെ വാതിലായി കാണുന്നത്. ഇത് ഒട്ടുമുക്കാലും എല്ലാ വീട്ടിലും ഉണ്ട്. ഇത് ഭൂമിക്കടിയിലേക്കുള്ള ഒരു ചെറിയ സെല്ലറാണ്. അവിടെ ആഹാര പദാർത്ഥങ്ങളും ഒരു വർഷത്തേക്ക് ഒരു മഞ്ഞുകാലത്തിലേക്കുള്ള ആഹാര പദാർത്ഥങ്ങളും അകത്തൊരു 10 മീറ്റർ വീതിക്ക് ചതുരശ്ര മീറ്ററുള്ള ഒരു മുറിയാണ് അതിൻ്റെ അടി. അവിടെ എല്ലാ വീട്ടുകളിലും ഉണ്ട് ഇങ്ങനത്തത്. അതിനകത്ത് വേണമെങ്കിൽ ഈ വല്ലോ ബോംബൊക്കെ ഇടാനുള്ള സൈറം മുഴങ്ങിയാൽ കയറി നമുക്കിരുന്നാൽ, വലിയ ബോംബൊന്നും പറ്റില്ല കേട്ടോ. ചെറിയ ബോംബൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വന്ന് തെറിച്ച് വീഴാതെയൊക്കെ ഇരിക്കാൻ പറ്റും. പ്രധാനമായിട്ട് ആഹാരമൊന്നും ഇല്ലാതെ അതിനകത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാമെന്നുള്ളതാണ്.
ഇതൊക്കെയാണ് ഇവിടുത്തെ യുദ്ധഭീതി കൂട്ടുകാരെ.